എന്റെ മകളുടെ കഴുത്തെ നിനക്ക് താലി കെട്ടുവരണ തെണ്ടി ഇറങ്ങിയതല്ല വെട്ടടാ ഇവന്റെ രണ്ട് കൈയും. ഇനി നീ എങ്ങനെ വിളിച്ചു പോകരുത്. നോക്കി നിൽക്കാലും വെട്ടടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെട്ടോടാ? കരിയേട്ടല്ലോ എന്റെ കാശ് എന്നെ മേടിച്ചിട്ട് വെട്ടടാ. ഞങ്ങളുടെ ഹരിയേട്ടനെ വെട്ടണല്ലടാ. ഹരിയേട്ടനാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സാറില്ല വല്യച്ഛ മക്കളെ. ഓ തേനൊഴുകും പോലെയല്ലേ വിളി. നിങ്ങൾ വയ്ക്കോ വയ്ക്കോ. ഇതൊരു മാതിരി വേലിയായിരുന്ന പാമ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ. വെച്ചു. സാരില്ല വല്യച്ഛ. അടിക്ക് അടിച്ച പണ്ടാറടങ്ങ. എവിടേക്കാള് കൊണ്ടോണേ? ഇതാ ചേട്ടാ ചേട്ടന്റെ വായ. എന്റെ ഈശ്വര, ഒരു കുപ്പി കാലിയാക്കില്ലോ. ഇത് മുഴുവൻ എങ്ങടാ പോണേ? താഴെ എങ്ങനെ വല്ല ലീക്കുണ്ടോ ചേട്ടാ? മോനെ ഹരി, നിന്നെ തല്ലിക്കാൻ കൊണ്ടുവന്ന ഗുണ്ടകൾ എന്നെ തല്ലാൻ വന്നപ്പോ നീ എന്നെ രക്ഷിച്ചു. നീ എനിക്ക് മദ്യം വാങ്ങിത്തന്നു. എന്നാലും ഞാൻ നിറവേട് കാണിക്കില്ല. ഒത്തു കിട്ടിയാ നിന്നെ ഞാൻ തല്ലിക്കും. അപ്പൊ തനിക്കും കിട്ടും. പോടാ നീ പോടാ. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ ടേ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട, അയാൾ പൊക്കോട്ടെ. ഇവനോട് എനിക്ക് രണ്ട് പറയണം. സ്വന്തം മോനെ പോലെയാണോ നിന്നെ ഞാനൊന്ന് കണ്ടത്? എന്നോട് എന്റെ മോനോടും നീ ചെയ്തത് എന്താണെന്ന് അറിയാവോ? നിന്നോട് ദൈവം പോലും പൊറുക്കുകയല്ല. പൊറുക്കുകയല്ല. നിന്നെ ഞാൻ തല്ലിക്കും. നോക്കൂ, തല്ലിക്കുമടാ. ആരെക്കൊണ്ടെങ്കിലും തല്ലിക്കും. ഹലോ ഹലോ, നമ്മുടെ വല്യച്ഛൻ കുറച്ച് ഗുണ്ടകളുമായിട്ട് എന്നെ തല്ലാൻ വന്നിരുന്നു. ഞാൻ വല്യച്ഛനെ ഒന്ന് സൽക്കരിച്ചാ വിട്ടത്. ആളല്പം വശപ്പശയിലാ വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ബോധം വരുമ്പോ മൂപ്പരാനോട് പറഞ്ഞേക്കണം ഇതുപോലുള്ള കുസൃതികളുമായിട്ട് ഇനി വരരുതെന്ന്. ഐ ലവ് യു. വാള് വെച്ചു. കൊച്ചുണ്ണി സത്യം പറഞ്ഞോ, അവൻ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവൻ ബോംബെയില. ബോംബെയില്. വെറുതെ തെറ്റിക്കണ്ട, കൃത്യമായിട്ട് പറഞ്ഞോ. ഇരിക്കണം. അല്ലല്ല സാറേ, ഞാൻ കൃത്യമായിട്ട് പറയാം. ബോംബെ അല്ല, പിന്നെ മുംബൈ. മുംബൈ അതല്ലേ ശരി. പിന്നീട് ഒരു പേര് മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? അയ്യോ ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ മാറ്റിയിട്ടില്ല. വെറുതെ ആ ഡെപ്യൂട്ടി പെണ്ണും പിള്ളേടെ പിച്ച മാന്തൊക്കെ കൊള്ളണോ? അല്ലേടോ? സാറെപ്പോഴാ വന്നേ? സാറ് വന്നത് നന്നായി, വളരെ നന്നായി. സലാം കാണിക്കാൻ വേണ്ടി കൈയെടുത്തപ്പോഴാ ഈ പാവങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടിയത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയും നേരം ഈ പാവങ്ങള് എന്റെ ദേഹത്തൂടെ പുഷ്പുൾ ട്രെയിൻ ഓടിച്ചു കളിക്കായിരുന്നു. വെറുതെ വെളച്ചിലെടുക്കണ്ട, മര്യാദയ്ക്ക് പറഞ്ഞോ. അവൻ എവിടെയുണ്ട്? ദാ ഇവിടെയുണ്ട് സാർ. അയ്യേ, എന്തത് ഇങ്ങനെ ജട്ടി മാത്രം ഉടുപ്പിച്ച് ചേർത്താൻ ഇയാളെന്താ മിസ് യൂണിവേഴ്സാ? സാറേ, തല്ലാനും കൊല്ലാനും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ആയുധം വാളല്ല, നിയമമാണ്. വാളുകൊണ്ട് തീർക്കാനായിരുന്നെങ്കിൽ എന്റെ കണക്കുകളൊക്കെ പണ്ടേ തീരുമായിരുന്നു. സാറിന്റെ വല്യച്ഛനെ ഉപദ്രവിച്ചത് ഞാനല്ല. ഓഹോ, അതറിയിക്കാനാണോ സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്നോ? അതെ സാർ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് എന്നാ സാറേ സംസാരിക്കുന്നത്? ഈ കേസിൽ ഞാൻ സാറിനെ സഹായിക്കാതിരിക്കാനും സാറിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിച്ചുവിടാനും വേണ്ടിയിട്ടാണ് അവർ വല്യച്ഛനെ ഉപദ്രവിച്ചത്.
ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? സ്റ്റേഷനിലും കോടതിയിലും വന്നുള്ള നിന്റെ ഈ പ്രസംഗവും ഷൈൻ ചെയ്യലും ഉണ്ടല്ലോ, എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ഈ ആയുഷ്കാലം മുഴുവൻ നീ ജയിലിൽ കിടക്കും. വേണ്ട, ചിരിക്കണ്ട, ചിരിക്കരുത്. സാർ നിർത്തുന്നില്ല. ഈ ലൊക്കട കേസിൽ ഞാൻ അകത്തു പോകുന്നു എങ്കിലും എന്റെ മീശ ഞാൻ വടിക്കും. ഈ കേസിൽ ഞാൻ ജയിച്ചു വന്നാലോ സാറിന് വടിക്കാൻ ഒരു മീശ പോലും ഇല്ലെന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. ഓഹോ, ഏതായാലും ഈ ചിരി കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി നീ കരയുന്നത് കൂടി എനിക്ക് കാണണം. അയ്യോ, ഒന്നുകൂടെ കറക്കിക്കേ. അയ്യോ, ഇത്രയും നേരം അടിച്ചൊന്നൊരു അടിയല്ല, ഇതാണ് അടി. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ലവ് യു. നാളെ കോടതി പറയേണ്ടത് മറന്നിട്ടില്ലല്ലോ. വല്യച്ഛനെ വെട്ടിയതും കുത്തിയതും അവൻ തന്നെയാണെന്നും വല്യച്ഛൻ അവനെ വ്യക്തമായി കണ്ടുവെന്നും കോടതി പറയണം. അതിന് ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷെ ചെയ്തത് അവൻ തന്നെയാണെന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? വല്യച്ഛൻ അവനെ വ്യക്തമായി കണ്ടുവെന്ന് പറഞ്ഞെങ്കിലേ അവന് തക്കതായ ശിക്ഷ കിട്ടൂ. ഇയാളെന്റെ വെട്ടി, തല്ലി, കുത്തി. ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ഇയാള് തന്നെയാ എന്നെ വെട്ടിയത്. വെട്ടിയാളെ താങ്കൾ വ്യക്തമായിട്ട് കണ്ടതാണോ? വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ്. അപ്പൊ സമയം രാത്രി ഏതാണ്ട് 12-നും 12:30 ഇടയ്ക്കായിരിക്കും അല്ലേ? അതെ. രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ എങ്ങനെ വെട്ടിയാളെ കണ്ടു? അന്ന് നല്ല നിലാവുണ്ടായിരുന്നു. നിലാവെട്ടത്തിൽ നല്ല വ്യക്തമായി കാണാൻ പറ്റി. യുവർ ഓണർ, ഫെബ്രുവരി 7-ാം തീയതി കറുത്തവാവായിരുന്നു. അന്ന് നല്ല നിലാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ വാദി പറയുന്നത് പച്ച കള്ളമാണെന്ന് വ്യക്തമാകുന്നു. ക്ഷമിക്കണം യുവർ ഓണർ, ഞാനന്ന് അല്പം മദ്യപിച്ചിരുന്നത് കൊണ്ട് കറുത്ത ബാബ് വെളുത്ത ബാബായിട്ട് തോന്നി എന്നേ ഉള്ളൂ. അപ്പോ വളരെ അധികം മദ്യപിച്ചിരുന്നു അല്ലേ? യെസ്. മാത്രമല്ല ഇദ്ദേഹത്തിന് തിമിരത്തിന്റെ അസുഖമുണ്ട്. അയ്യേ, അതുകൊണ്ട് എത്ര പൂർണ്ണചന്ദ്രനായാലും ഒരാളെ രാത്രിയിൽ കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. അത് ഏത് ഡോക്ടറെ കൊണ്ട് ഞാൻ തെളിയിക്കാം. ശരി, എങ്കിൽ ആ ഇരിക്കുന്ന ക്ലോക്കിൽ ഇപ്പോൾ സമയം എത്രയായി? അതായത് വലിയ സൂചിയുടെയും ചെറിയ സൂചിയുടെയും പൊസിഷൻ മാത്രം പറഞ്ഞാൽ മതി. പറയാം. പതിനൊന്നര. സൂചിയില്ലാത്ത ക്ലോക്കിൽ ഇപ്പോൾ സമയം 11:30. നോട്ട് ദിസ് പോയിന്റ് ഹിയർ ഓണർ. സൂചിയില്ലാത്ത ക്ലോക്കും വെച്ചോണ്ടിരിക്കുന്നു. വെറുതെ മനുഷ്യനെ മെക്കെടുത്താൻ. പല്ലിച്ച വാച്ചിൽ സമയം എന്തായി? ഒരുമാതിരി ആക്കാൻ വന്നാണ്ടല്ലോ. എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുന്ന തരാ. അതിന് ചൂടാന്ന് ഊണ് കഴിക്കാൻ സമയമായെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഈ കേസിൽ നിന്ന് അവൻ രക്ഷപ്പെടും. വല്യച്ഛനോട് ആരാ പറഞ്ഞത് ഈ വെളുത്തവാവിന്റെ ഒക്കെ കാര്യം? എടോ, അടിച്ചു വെസ്റ്റിംഗ് കപ്പിളിക്ക് പോയ ഒരാൾക്ക് ഏത് കറുത്തവാവും വെളുത്തവാവും തോന്നുന്നു. അതുകൊണ്ട് എനിക്കറിയില്ലേ. താൻ ഏത് കോത്താഴത്തെ കമ്മീഷണറാണ്? പല്ല് അത് ഇങ്ങനെ എന്താണോ ആദ്യം വന്ന സല്യൂട്ട് മറന്ന് അത് അതുകൊണ്ട് ഒന്ന് പോടോ. ഇപ്പൊ ഇതിന്റെ സ്ഥാനം റെഫറൻസ് ബുക്സിന്റെ കൂടെയാണ്. പല ഉന്നത ഉദ്യോഗസ്ഥരും ഇത് വന്ന് റെഫർ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് പെർഫെക്റ്റ് ഫ്രെയിമിംഗ് ആണ് അവന്റെ കേസുകൾ. അതുകൊണ്ട് വളരെ കരുതലോടെ വേണം നിത്യ എന്തും ചെയ്യാൻ. ഇനിയും നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവൻ കോടതിയിൽ നിന്നും ഇറങ്ങി പൊയ്ക്കൂടാ. അവന്റെ ഇതുവരെയുള്ള എല്ലാ വിരുദ്ധകളും എന്നേക്കുമായി ഇരുമ്പഴികൾക്കുള്ളിൽ ഒതുക്കണം. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. സർ, അല്ല സാറോ? ബാലേന്ദ്രനല്ലേ? വരൂ സാർ. ബാലേട്ടാ, കുളിച്ചു കഴിഞ്ഞില്ലേ? ദാ വരുന്നു. ഷേവ് ചെയ്യാൻ മറന്നുപോയി. ഷേവ് ചെയ്യാതെ പോയാലേ പുതിയ ഡെപ്യൂട്ടി കമ്മീഷണർ ആള് പെശക പിടിച്ച് ഷേവ് ചെയ്തോളെ. ചിലപ്പോ മീശ ഉൾപ്പെടെ പോയെന്നിരിക്കും. സാറി ഇരിക്കെ, ഞാൻ ബാലേട്ടനെ വേഗം പറഞ്ഞു വിടാം. സാറ് സാറിന്റെ കാര്യം ദാ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. പറഞ്ഞത് ഞാൻ കേട്ടു. അതെയോ?
കേട്ടു. പിന്നെ ആ ഫയൽ ഇങ്ങോട്ട് എടുത്തേക്ക്. ഏത് ഫയലാ സാറേ? ആ പരമ്പരയ്ക്ക് വേണ്ടി നളിനി ശേഖരിച്ചില്ലേ സൂപ്പർമാന്റെ ചരിത്രം, അത്. നീ കേട്ടില്ലേ സാർ പറഞ്ഞത്? കേട്ടു. പിന്നെ ഇനി നിന്നോട് പ്രത്യേകിച്ച് കൽപ്പിക്കണം അതെടുത്തോണ്ട് വരാൻ. സൂപ്പർമാന്റെ യഥാർത്ഥ കഥ ജനങ്ങളെ അറിയിക്കേണ്ടത് ഒരാവശ്യമാണ്. അതെന്റെ കടമയാണ്. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്തരുത്. നീ ആരോടാ ഇത്രയ്ക്ക് കൽപ്പിക്കുന്നത്? മര്യാദയ്ക്ക് ചെന്ന് എടുത്തോണ്ട് വരി. എന്താ ബാലേന്ദ്ര ഇങ്ങനെയൊക്കെ? നമുക്ക് ചോദിക്കാം, ആ കുട്ടി തരും. അല്ല സാർ, എവളൊരുമാതിരി പത്രക്കാരുടെ സ്വഭാവം കാണിക്കുന്നുണ്ടില്ലേ? നിങ്ങൾ ഒരുമാതിരി പോലീസുകാരുടെ സ്വഭാവം എന്റെ അടുത്തും കാണിക്കരുത്. എന്നെ ഒന്ന് സ്റ്റേഷനിൽ കയറ്റി ഇടിച്ചു നോക്കാം. പത്രക്കാരാണെന്ന് അപ്പ അറിയാം. നീ അത്രക്കായോടി? അങ്ങനെ എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തോളം ഇവിടെ താമസിക്കണ്ട. ഈ നിമിഷം ഇവിടെ നിറയിക്കോളാം. എനിക്ക് അങ്ങനെ ഇവിടെ താമസിക്കണം യാതൊരു നിർബന്ധമില്ല. പുരുഷന്റെ സഹായമില്ലാതെ സ്ത്രീകൾക്ക് ജീവിക്കാം. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണ്, എന്റെ പിന്നാലെ വരരുത്. നീ ഹോസ്റ്റലിലേക്ക് പോയാൽ ഞാൻ എന്റെ മീശ പകുതി. നീ ഹോസ്റ്റലിലേക്ക് പോകും അല്ലേ? ഹോസ്റ്റലിലേക്ക് പോകും. എങ്കിൽ അത് തന്നെ എനിക്കൊന്ന് കാണണമല്ലോ. വേണ്ട വേണ്ട എന്ന് വെക്കുന്നത് ബാലേന്ദ്ര, ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ്. ബാലേന്ദ്ര വേണ്ട, വിട്ടേക്ക്. ഞാൻ പിന്നെ വരാം. ഓയ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഈ വീട് വിട്ട് ഇന്ന് തന്നെ ഇറങ്ങിക്കോണെന്ന് പറഞ്ഞപ്പോഴല്ലേ എന്റെ ആക്ടിംഗ് ആണെന്ന് നിനക്ക് മനസ്സിലായത്? ഞാൻ വീട് വിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ ബാലേട്ടനൊന്നും ഞെട്ടിയില്ലേ? ആ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കളിക്ക്. താങ്ക്സ്. നിങ്ങൾ രണ്ടും ഇത്രയൊക്കെ പെർഫോം ചെയ്തിട്ടും ഞാൻ പോകാതെ ഇവിടെ തന്നെ നിന്നില്ലേ? അതല്ലേ ഇതിനേക്കാളും ഗംഭീരമായത്? അതെ അതെ. അതുകൊണ്ട് ആ ഫയൽ എടുത്തു തരുന്നോ അതോ ഞാൻ കയറി എടുക്കണോ? സാറ് ചുമ്മാ ഇരിക്ക്. ഇവളെ കൊണ്ട് ഞാൻ എടുപ്പിക്കാം. എടുത്തോണ്ട് കൊറേ